അങ്ങനെ നമ്മൾ പൂജയും വഴിപാടുമൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഭസ്മൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് സ്വാമിയുടെ. എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തിനാ സംഭവം എന്ന് അറിയില്ല, കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളവിടെ ഇരുന്നു, എന്താ സംഗതി എന്നറിയില്ലല്ലോ. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തമിഴ്നാട് ഒരു സ്റ്റൈല് സംഭവമാണിത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കപ്പിളിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇങ്ങനെ ഇതേമാതിരി പൊട്ടൊക്കെ തൊട്ട് അവരെന്നെ വരവേൽക്കണ മാതിരി വെൽക്കമിങ് ആണിത്. ആദ്യമായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് മുല്ലപ്പൂവാണ് കേട്ടോ. ലൈക്ക് ദാറ്റ് നമുക്കും കിട്ടി. ഭയങ്കര സന്തോഷമായി. ഞാൻ അതിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് എമൗണ്ട് എന്തെങ്കിലും പൈസയും തരും കേട്ടോ. ഒക്കെ അനുഗ്രഹമാണ്, നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓരോരോ ചടങ്ങുകളാണ്, തമിഴ്നാട് സ്റ്റൈല് വെൽക്കമിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആശീർവാദമല്ലേ, അപ്പോൾ നല്ലതായിരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും അവരുടെ കാലത്തൊട്ട് തൊഴൊക്കെ വേണം. പിന്നെ അവർ നമ്മളെക്കാളും കുറേ പ്രായമൊന്നുമില്ലല്ലോ, നമ്മളെ സ്വന്തം, എന്നാലും നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും സഞ്ജുക്കുട്ടനും താഴേക്ക് പോവാണ്. ഏട്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാനും സുധനും സഞ്ജയ് എല്ലാവരെയും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഇവർ അമ്പലത്തേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ മാലയുടെ അവിടെ ചെല്ലുമ്പോൾ നാമം ചൊല്ലാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ തെന്മൊഴി മാമിൻ്റെ കുഞ്ഞാണ്, അവൾ വന്നു കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും എൻ്റെ സ്റ്റുഡൻസാണ്. 2 പേരും 9ലും ഒരാൾ എൻ്റെ ക്ലാസ്സിലും പഠിക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞു മക്കളേനെ കൊണ്ടിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. എവിടെ പോയാലും ഇതേപോലെ കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടോ. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഭാഗ്യം എന്ന് പറയുന്ന സംഭവം. എവിടെ പോയാലും എപ്പോഴും പിന്നാലെ കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അമ്പലത്തിലെത്തി, മീനാക്ഷി അമ്പലത്തിലെത്തി. അപ്പം ഈ പുതിയ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് വരുമല്ലേ, അപ്പം അതുകൊണ്ട് പൂവൊക്കെ കൊടുത്ത് ഭഗവതിക്ക് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഫുള്ള് കളിയാട്ടോ. ആരും നോക്കണ്ടോ ഒന്നും നോക്കാല്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ തേൻമൊഴി മാമ നമ്മുടെ വീടിന് കുറച്ചപ്പുറത്താണ്, തൊട്ട് അടുത്ത ബിൽഡിങ്ങിലാണ് താമസിക്കണേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനി നമുക്ക് ഇതേപോലെ കുറേ അമ്പലത്തിലും ഒക്കെ പോകാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അമ്പലത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ റാൻഡംലി ഞാൻ ഷൂട്ട് ചെയ്തതാണ്, പ്രോപ്പറായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം നമ്മളൊരു ഹാപ്പിനെസ് മൊമെൻറ്റ് വീഡിയോയിൽ പകർത്തുന്നതിനേക്കാളും അത് ആ സമയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതിലാണ് ഭംഗി കേട്ടോ. ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനെന്ന് നിന്നാൽ ആ ഒരു സംഭവം കിട്ടില്ല, എവിടെയൊക്കെ ഒരു മിസ്സിങ് ഉള്ള പോലെ തോന്നും. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അവർ ഡാൻസൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ചെറിയ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്, അതുകൊണ്ട് അവിടേക്ക് നമ്മൾക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ.